വള്ളങ്ങളിലൂടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുന്നു. ഒന്നാം ഹീറ്റ്സിൽ മത്സരിക്കുന്നത് ഒന്നാം ട്രാക്കിൽ തലവടി ചുണ്ടൻ വില്ലേജ് ബോർഡ് കൈനകരി. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ജേതാക്കളായ വില്ലേജ് ബോർഡ് കൈനകരിയുടെ കരുത്തിൽ തലവടി ചുണ്ടൻ പുന്നമട കായലിനെ വിറപ്പിക്കാനായി എത്തിയിരിക്കുന്നു. രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഫാൻസ് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നതെങ്കിൽ മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി IBRA കൊച്ചിൻ ഇൻലാൻഡ് ബോട്ട് റോവേഴ്സ് അസോസിയേഷൻ കൊച്ചിൻ തുഴയുന്ന ആയാപറമ്പ് പാണ്ടിയെങ്കിൽ നാലാം ട്രാക്കിൽ വീയപുരം നിലവിലെ ജേതാക്കൾ UBC കൈനകരി ഫാൻസ് ക്ലബ്ബ് തുഴയുന്ന വീയപുരം നാലാം ട്രാക്കിലുമായി കടന്നു വരാൻ പോകുന്നു. ലോകത്തിന്റെ കണ്ണുകളിലേക്ക് പുന്നമട കായൽ കളിവള്ളങ്ങളിലേറി എത്തുകയാണ്. ആർപ്പുവിളികളോടെ താളമേളങ്ങളോടെ ഇതാ എത്താൻ പോകുകയാണ്. രണ്ട് മുഖ്യമന്ത്രിമാർ സന്നിഹിതരായിരിക്കുന്ന വേദി. കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവர்கள் ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ശ്രീ കർണാടക മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ അവരുടെ മഹനീയ സാന്നിധ്യമുള്ള വേദിയിൽ കേരളത്തിന്റെ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M ലിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരളത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തര മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം, ശ്രീ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥ് പതാക ഉയർത്തിയ യോഗത്തിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുടെ മഹനീയ സാന്നിധ്യം, ശ്രീ KC വേണുഗോപാൽ MP, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, AD തോമസ് MLA, ശ്രീ റജി ചെറിയാൻ MLA, അങ്ങനെ നിരവധി ജനപ്രതിനിധികളുടെ ഒക്കെ സാന്നിധ്യം കൊണ്ട് മഹനീയമായ സുന്ദരമായ ഈ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം സമാരംഭിക്കാൻ പോകുമ്പോൾ over to Shaiju Damodaran. So ladies and gentlemen, some sporting arenas are built, some are created, and some are simply blessed by nature. Today, in this magnificent corner of God's own country, the backwaters become a battlefield. The oars become instruments of rhythm. The boats become warriors, and Punnamada become the Colosseum of Vallamkali. Ladies and gentlemen, from the breathtaking heartland of Alapi, welcome to the Nehru Trophy Boat Race 2026. Welcome to an afternoon where water catches fire. Welcome to an arena where the difference between immortality and heartbreak could be a second, a fraction of a second, perhaps even the length of an hour. And welcome to a spectacle where Kerala doesn't merely race, Kerala roars. Take a look around Punnamada. What a sight! The flags, the colors, the frenzy, the chants cascading from the banks, the anticipation hanging over these waters, and right there before us, the magnificent Chundan Vallams, long, elegant and ferocious, waiting almost like the predators on water. Once again, welcome to the magnificent NTBR 2026. Over to Jolly Edire. Thank you. Welcome to 72nd Nehru Trophy Boat Race Alappuzha Punnamada Kayal. ആദരണീയരായ ജലോത്സവ പ്രേമികൾക്ക് നമസ്കാരം. 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിലേക്ക് ഏവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ പൂർവികരായി ഞങ്ങൾക്ക് മുൻപേ ഈ വേദിയെ ധന്യമാക്കിയ എല്ലാവരുടെയും മുൻപിൽ ആദരവർപ്പിച്ചുകൊണ്ട് ഈ വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് മുൻപിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ
താങ്ക് യു ശ്രീ ജോളി എതിരേറ്റ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്കായി 4 ജലരാജാക്കന്മാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 1150 മീറ്റർ വരുന്ന പുന്നമട കായലിലെ ഈ ട്രാക്കിലൂടെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നാം ട്രാക്കിൽ തലവടി ചുണ്ടൻ, വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ തലവടി ചുണ്ടൻ, ബിനു എച്ച് പുതുവൽ, ജോസ് പുതിയാര എന്നിവർ ക്യാപ്റ്റന്മാരായിട്ടുള്ള, ശരത് എസ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള തലവടി. രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, KTBC ഫാൻസ് ക്ലബ് കുമരകം തുടയുന്ന അനന്തു കാർത്തികേയൻ ക്യാപ്റ്റനും ശ്രീകുമാർ KS ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള കരുവാറ്റ ശ്രീവിനായകൻ. മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ഡി, IBRA കൊച്ചിൻ ശ്രീകുട്ടൻ തുണ്ടത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള സുരേഷ് കുമരകം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ആയാപറമ്പ് പാണ്ഡി കടന്നു വരാൻ തയ്യാറാകുമ്പോൾ നാലാം ട്രാക്കിൽ വീയപുരം UBC കൈനകരി ഫാൻസ് ക്ലബ്ബ് തുടയുന്ന PR പത്മകുമാർ ക്യാപ്റ്റനായിട്ടുള്ള ജോർജ് തോമസ് എന്ന വക്കച്ചൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള വീയപുരവും അതാ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി നിൽക്കുകയാണ്. തിരുവോണത്തെ വരവേൽക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇന്ന് ആലപ്പുഴക്കാർക്ക്, ഈ കുട്ടനാട്ടുകാർക്ക് ഇന്ന് തിരുവോണമാണ്. മഹാബലിയും തൃക്കാക്കരയപ്പനും മനസ്സിന്റെ തിരശീലകളിൽ മങ്ങലേറ്റ ചിത്രങ്ങളായി മായാതെ നിലനിൽക്കുമ്പോഴും ഓണത്തപ്പനും പൂവിടലും ഓണത്തല്ലും ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും തിരുവാതിരകളിയുമെല്ലാം മലയാള തനിമയുടെ മധുരോദാത്തമായ സങ്കല്പ ശക്തിയുടെ പൊൻകണികളായി തെളിഞ്ഞു നിന്ന് മനസ്സിൽ ആവേശത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആമോദത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ട് 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ഇതാ ജലരാജാക്കന്മാർ അംഗം കുറിക്കാൻ പോകുന്നു. ഈ പുന്നമടക്കായലിൽ രാജഹംസങ്ങളെ മടിയിൽ വളർത്തുന്ന രാജകുമാരിയായ ഈ പുന്നമടക്കായൽ, മാനത്ത മഴവില്ലിൻ മാനസപുത്രിയായ ഈ പുന്നമടക്കായൽ, സർവാംഗ സുന്ദരിയായ പുന്നമടക്കായൽ, നാണം കുണുങ്ങിയായ ഈ പുന്നമടക്കായലിന്റെ ഇരു കരകളിലും ജലോത്സവ പ്രേമികള് കാത്തു നിൽക്കുന്ന ഉജ്ജ്വലമായ കാഴ്ച. തൊട്ടടുത്തുള്ള ആ ഹോട്ടലിന് മുകളിൽ നിന്ന് 1000 കണ്ണുകൾ പുന്നമടക്കായലിലേക്ക്, കരകളിൽ നിന്ന് ഉയരുന്ന ആരവങ്ങൾ, വഞ്ചിപ്പാട്ടിന്റെ ഈണം ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുടകളിലേക്ക് ഒഴുക്കിവിടാനായി തയ്യാറായി വന്ന് നിൽക്കുന്ന തലവടി ചുണ്ടനും കരുവാറ്റയും ആയാപറമ്പ് പാണ്ഡിയും വീയപുരവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 21 ചുണ്ടൻ വള്ളങ്ങള് ഇവിടെ മാറ്റുരയ്ക്കുമ്പോൾ ഈ വർഷം 2026 നീറ്റിലിറക്കിയ 3 പുതുപുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ